إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന കാര്യം എല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതം പ്രബോധനം ചെയ്യാനും പഠിപ്പിക്കാനും വേണ്ടി ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള പ്രവാചകന്മാരിൽ ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വവുമുള്ള മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വളരെ ത്യാഗം നിറഞ്ഞ ജീവിതവും പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൗഹീദിന്റെ വിഷയത്തിൽ പതറിപ്പോകാത്ത ഒരു പോരാളിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശ ജീവിതത്തിൽ, അഥവാ ഒരു മുസ്ലിമായിക്കൊണ്ട് അവൻ ജീവിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായിക്കൊണ്ട് പല നിലക്ക് അവന് ബന്ധമുണ്ടാകുന്നുണ്ട്. ഓരോ 5 നേരത്തെ നമസ്കാരങ്ങളിലും നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി സ്വലാത്തുകൾ ചെയ്യുന്നു. ആ നമസ്കാരത്തിൽ അവൻ തിരിഞ്ഞ് നമസ്കരിക്കുന്ന കഅബ, അത് നിർമ്മിച്ചത്, അടിസ്ഥാനപരമായിക്കൊണ്ട് പുനർനിർമ്മാണം നടത്തിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ മകനുമാണ്. നാം സ്വീകരിച്ചിരിക്കുന്ന ഈ മില്ലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അടക്കമുള്ള കാര്യങ്ങൾ, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിന്റെ പിന്തുടർച്ചയാണ്. ഉംറയും ഹജ്ജും നിർവഹിക്കുന്ന സന്ദർഭത്തിൽ തവാഫിലും മഖാം ഇബ്രാഹിമിന്റെ പിന്നിലുള്ള നമസ്കാരത്തിലും അതുപോലെ തന്നെ സഫാ മർവക്കിടയിലുള്ള സഅയിലും ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആരാധനകളിൽ എമ്പാടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ
നാം ഓർക്കുന്നു, അദ്ദേഹത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏകദേശം 40 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അഥവാ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇത്രയും കാലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനെ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർ പിൻപറ്റുന്നു, അദ്ദേഹത്തെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് മുംതഹിനയിൽ 4-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നൊരു വിഷയമുണ്ട്. അഥവാ ഒരു വിശ്വാസിയായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിം വല്ലദീന മഅഹു, വിശ്വാസികളെ നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഉസ്വത്തുൻ ഹസനത്തുണ്ട്, ഒരു നല്ല മാതൃകയുണ്ട്, നല്ലൊരു മോഡൽ നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലുണ്ട്. അദ്ദേഹത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മക്കളിലും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമി അടക്കമുള്ള കുടുംബക്കാരിലും അദ്ദേഹത്തിന്റെ അഹ്ലുകാരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളും മാതൃകയാക്കേണ്ടത് 40,000 അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ ഒരു മനുഷ്യനിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ അതേതായാലും ദുനിയാവിന്റെ വിഷയത്തിലല്ല നമുക്ക് ഉറപ്പാണ്. കാരണം 4000 വർഷം മുമ്പുള്ള ദുനിയാവല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ആ 4000 വർഷം അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദീനിന്റെ വിഷയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീനിലാണ് നിങ്ങൾക്ക് മാതൃകയുള്ളത്. ആ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ സഞ്ചരിക്കേണ്ടത്. സൂറത്ത് ആൽ ഇംറാന്റെ 95-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ സദഖല്ലാഹ്, നബിയെ നിങ്ങൾ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഴുവനും സത്യമാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അപ്പൊ മക്കയിലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. കാരണം മക്കയിലെ മുശ്രിക്കുകളും അതുപോലെ തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമെല്ലാം അവകാശവാദം ഉന്നയിക്കുന്നത് ഞങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക പിൻപറ്റിയവരെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക പിൻപറ്റിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായിക്കൊണ്ട് നമ്മുടെ ജീവിതം തട്ടിച്ചു നോക്കുമ്പോൾ ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നാം ഈ സന്ദർഭത്തിൽ ഒരു ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലും ഇബ്രാഹിം നബിയെ പിൻപറ്റാനാണ് പ്രവാചകന്റെ അള്ളാഹുവിന്റെ കൽപ്പന എങ്കിൽ അത് ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ വിശ്വാസികൾക്കുമുള്ള കൽപ്പനയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പിൻപറ്റി നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ 4 കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് ഒരു വഹി നൽകിയാൽ, ഒരു കൽപ്പന കൊടുത്താൽ ആ കൽപ്പന ശിരസാ വഹിക്കുന്നത്, അത് നടപ്പിൽ വരുത്തുന്നതിന് ഒരു അമാന്തവും കാണിക്കാത്ത പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത് തന്റെ കുടുംബത്തിനെതിരാണോ, തന്റെ ജീവിതത്തിനെതിരാണോ, തന്റെ ഇച്ഛകൾക്കെതിരാണോ, തന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കെതിരാണോ, അതൊന്നും നോക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണോ അത് സമിഅനാ വ അതഅനാ, ഈ ഒരു സ്വഭാവം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. സൂറത്തു ബഖറയിലെ 131-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് തന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം, നീ കീഴൊതുങ്ങണം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ എന്തു വന്നാലും അതേത് വിഷയത്തിൽ വന്നാലും അസ്ലിം, നീ അതിന് കീഴൊതുങ്ങണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞു. എന്താ ഇബ്രാഹിം നബിയുടെ കൽപ്പന? ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണ്? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. സഹോദരന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് എന്തും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടോ ഫഅതമ്മഹുന്ന, അത് മുഴുവൻ അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇറാഖിലാണ്. ആ ഇറാഖിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് ഷാമിലേക്ക് പോവുകയാണ്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ അടക്കമുള്ള, ഇന്നത്തെ ഇസ്രായേൽ അടക്കമുള്ള സ്ഥലത്തിനാണെന്ന് ഷാം എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ ഷാമിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി. ആ ഒരു കൈക്കുഞ്ഞിനെ മേന്തിക്കൊണ്ട് ഷാമിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് കാൽനടയായി യാത്ര പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പാല് കുടിക്കുന്ന ചെറിയ കുട്ടിയാണ്. ആ പാല് കുടിക്കുന്ന ചെറിയ കുട്ടിയെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷാമിൽ നിന്ന്, അഥവാ ഇന്നത്തെ ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് കഅബ നിൽക്കുന്ന സ്ഥലത്തേക്ക് യാത്ര പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. എന്നിട്ടോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കറിയാം, മരുഭൂമിയിൽ വെള്ളമുണ്ടാവുകയില്ല, ഒരു തണലുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുഞ്ഞിനെയും ഭാര്യയെയും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് താങ്കൾ മടങ്ങിപ്പോകണം. അദ്ദേഹം ഒരു പിതാവ് എന്നുള്ളവർക്ക് എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇത് ഖാല റബ്ബു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രം സുദീർഘമായ ചരിത്രമാണ്. ഏത് വിഷയത്തിൽ എവിടെ എന്ത് കൽപ്പന അള്ളാഹുവിന്റേത് വന്നാലും സഹോദരന്മാരെ, ആ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങുന്ന രീതിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ളത്. ആ രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയത്. ആ രീതിയാണ് ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത്. ഇനി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ എത്രമാത്രം നാം സ്വീകരിക്കുന്നു നമ്മളും തട്ടിച്ചു നോക്കൂ. നമ്മുടെ വിശ്വാസ രംഗത്താണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും വസ്ത്രമാണെങ്കിലും സംസ്കാരമാണെങ്കിലും സംസാരമാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ഇബ്രാഹിം നബി സ്വീകരിച്ചതുപോലെ വേണ്ട അതിന്റെ പകുതിയെങ്കിലും രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുന്നവർ ചോദിച്ചാൽ പലപ്പോഴും ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് പറയുന്ന ആളുകൾ പോലും ഇല്ല എന്നായിരിക്കും അതിന്റെ മറുപടി. പലപ്പോഴും നമ്മുടെ ആദർശം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഖുർആനിൽ സുന്നത്തൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഏതെങ്കിലും മാലപ്പാട്ടുകളിൽ നിന്നും ഏട് കിതാബുകളിൽ നിന്നുമൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ആദർശം തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ വസ്ത്രത്തിന്റെ മോഡലും അതുപോലെ നമ്മുടെ വസ്ത്രത്തിന്റെ സംസ്കാരം നമ്മൾ സ്വീകരിച്ച എവിടുന്നാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ച രൂപത്തിൽ അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരമാണെങ്കിലും സ്വഭാവമാണെങ്കിലും എല്ലാം ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള സംസ്കാരം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതേപോലെ കീഴൊതുങ്ങി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണോ നമ്മുടെ ആളുകളുടെ സംസ്കാരം എന്നുള്ളതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് ഏതൊരാൾക്കും അറിയുന്ന വസ്തുതയാണ്. പിന്നെ എന്താണ് സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തുണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ അസ്ലിം എന്ന് പറഞ്ഞപ്പോ അത് അമാന്തിച്ചു നിൽക്കാതെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ തട്ടിച്ചു നോക്കി. ഇല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കേണ്ടതുണ്ട്. കാരണം ഈ ബലിപെരുന്നാളിന്റെ ദിവസവും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയും ഹജ്ജിന്റെ കർമ്മങ്ങളും അറഫയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബലിപെരുന്നാളിന്റെ അന്ന് പോത്തിറച്ചി നിന്നതിൽ മാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക, ബാക്കിയുള്ളവരുടെ വസ്ത്രത്തിലും ഇബ്രാഹിം നബിന്റെ മാതൃകയില്ല, റസൂലുള്ളാഹിന്റെ മാതൃകയിൽ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഒരു വിഷയത്തിലും ഇബ്രാഹിം നബിന്റെ മാതൃകയില്ല. ഇറച്ചി തിന്നുന്നതിൽ മാത്രം ഇബ്രാഹിം നബിന്റെ മാതൃക. അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ. സഹോദരന്മാരെ, അതാണ് ഇബ്രാഹിം നബി. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും വഹയിന്റെ അടിസ്ഥാനത്തിൽ കാര്യം കൽപ്പിച്ചാൽ അതിൽ കീഴൊതുങ്ങണം. അതിൽ പിന്നെ എന്റെ ബുദ്ധിക്കെതിരാണ്, എന്റെ കുടുംബത്തിനെതിരാണ്, എന്റെ മക്കൾക്കെതിരാണ്, എന്റെ നാട്ടുകാർക്കെതിരാണ്, മഹല്ല് കമ്മിറ്റിക്കെതിരാണ് എന്ന് പറഞ്ഞ് അതിന് അമാന്തിച്ചു നിൽക്കുന്ന ആർക്കെതിരായിരുന്നാലും അള്ളാഹുവിന്റെ കൽപ്പനയാണോ അതിന് കീഴൊതുങ്ങണം. രണ്ടാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞിട്ടുള്ളത്. ശിർക്ക് കലരാത്ത വിശ്വാസമാണ്, കറകളഞ്ഞ തൗഹീദാണ്.
ഒരു ശിർക്കിന്റെ ലാഞ്ചന പോലുമില്ലാത്ത, ശിർക്കിന്റെ അംശം പോലും കലരാത്ത കറകളഞ്ഞ തൗഹീദിന്റെ വിശ്വാസമാണ് ഇബ്രാഹിം നബിയുടെ മാതൃക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൽ പറയാം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്. ഈ ഭൂമിയിലുള്ള അധിക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിൽ കുറച്ചൊക്കെ ഈമാനുള്ളവരാണ്. എങ്ങനെയല്ലാതെ? ഇല്ലാ വഹും മുശ്രികൂൻ. എന്നാൽ അതേ സമയത്ത് അവർ മുശ്രിക്കുമാണ്, ശിർക്കുമുണ്ടവർക്ക്. അപ്പൊ ശിർക്ക് കലർന്ന വിശ്വാസമാണ് മഹാഭൂരിപക്ഷത്തിന്റെയും വിശ്വാസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കാൻ. അല്ലാഹുവിലൊക്കെ വിശ്വാസമുണ്ട്. ഏതുപോലെ ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം സഅദി പറയാൻ, യനി അഖറു ബി റുബൂബിയ്യത്തില്ലാഹി വ അന്നഹുൽ ഖാലിഖുർ റാസിഖുൽ മുദബ്ബിറു ലിജമീഇൽ ഉമൂർ. അള്ളയാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അള്ളയാണ് റാസിഖ്, ഖാലിഖ് എല്ലാം അംഗീകരിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ ഫഇന്നഹും യുശ്രികൂന ഫി ഉലൂഹിയ്യത്തില്ലാഹി വ തൗഹീദിഹി. പക്ഷെ ഉലൂഹിയത്തിൽ അവർക്ക് ശിർക്ക് വന്നു. അല്ലാത്തവർ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു. ഇങ്ങനെ തൗഹീദ് റുബൂബിയ്യത്ത് അംഗീകരിക്കുകയും ഉലൂഹിയത്തിൽ ശിർക്ക് വരികയും ചെയ്ത ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെതിരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? ഇബ്രാഹിം നബിയുടെ മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, അതുപോലെ തന്നെ ശുഹദാക്കന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലാഹ്. എന്റെ മുഖത്ത് ഞാൻ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചതാരാണോ അവന് നേരെ മാത്രമേ എന്റെ മുഖത്ത് ഞാൻ തിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ നേരെ മാത്രമേ ഞാൻ മുഖം തിരിഞ്ഞു നിൽക്കുള്ളൂ. അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദുകളും റുക്കൂഉകളും ആരാധനകളും അർച്ചനകളും അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്റെ റബ്ബിന്റെ, ഈ ആകാശത്തെയും ഭൂമിയും പടച്ച പടച്ചോന്റെ മുമ്പിലല്ലാതെ എന്റെ ആരാധനകൾ ഞാൻ അർപ്പിക്കുകയില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ്. ഒരു പ്രയാസം വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് മുഖം തിരിക്കുക, അതല്ലെങ്കിൽ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അല്ലാത്തവർ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് മുഖം തിരിക്കുക. അതല്ല, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള്. ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആരാണോ അവനിലേക്കാണ് എന്റെ മുഖത്ത് ഞാൻ തിരിച്ചു വച്ചിട്ടുള്ളത്. അഥവാ ശിർക്കില്ലാത്ത, ശിർക്ക് കലരാത്ത വിശ്വാസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായത്. സഹോദരന്മാരെ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും, എന്റെ വിശ്വാസത്തിൽ ഒരു ശിർക്കിന്റെ കണിക പോലും കടന്നിട്ടില്ലെന്നും, എന്റെ ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിലും അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും എന്റെ എന്ത് പ്രയാസങ്ങളും എന്റെ റബ്ബിലേക്ക് മാത്രമേ ഞാൻ മുഖം തിരിക്കുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുന്നവർ മഹാഭൂരിപക്ഷത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവരൊക്കെ ബാധിക്കുന്നത് ഞങ്ങളൊക്കെ ഇബ്രാഹിം നബിന്റെ മില്ലത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേരിൽ അഭിമാനിക്കുന്നവരാണ്. എത്രത്തോളം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ പറയാണ്, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജൂതനല്ല, ക്രിസ്ത്യാനിയല്ല, മുശ്രിക്കല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, തൗഹീദുള്ള ശിർക്കില്ലാത്ത മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനാണ് ഞാൻ പിൻപറ്റിയിരിക്കുന്നത്, അതാണ് സിറാത്ത് മുസ്തഖീം. ആ ദീനൻ ഖിയമാണ്, നേരായ മാർഗമാണ്. സിറാത്ത് മുസ്തഖീം, വളഞ്ഞ വഴിയില്ല, അള്ളാഹുലേക്ക് നേരിട്ടുള്ള വഴിയാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും ഒരു മുശ്രിക്കായിരുന്നില്ല. ആ ഒരു മാർഗം പിൻപറ്റാൻ തന്നെയാണ് നമ്മോടും അല്ലാഹു പറഞ്ഞത്, വഅൻ അഖീം വജ്ഹക ലിദ്ദീനി ഹനീഫൻ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ഇതൊക്കെ ആരോടുള്ള നിർദ്ദേശം? നീ മുശ്രിക്കാകരുത്, ശിർക്ക് ചെയ്യുന്നവനാകരുത് എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയത്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുന്ന ആളുകളോട് അള്ളാഹ് പറഞ്ഞു, നീ ശിർക്ക് ചെയ്യരുത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവർ ശിർക്ക് സംഭവിക്കാം. ആ ശിർക്കില്ലാത്ത വിശ്വാസം ആര് പിൻപറ്റുന്നുണ്ടോ, ആ ശിർക്കില്ലാത്ത വിശ്വാസം ആരാണ് സ്വീകരിച്ചിരിക്കുന്നത് അവനാണ് മില്ലത്ത് ഇബ്രാഹിമിനുള്ളത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യം അല്ലാത്തവർക്ക് കൊടുക്കുക. അത് മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും നബിയാണെങ്കിലും വലിയാണെങ്കിലും കല്ലാണെങ്കിലും മരമാണെങ്കിലും ജാറമാണെങ്കിലും മരക്കുറ്റിയാണെങ്കിലും എന്തൊരു മൺകൂനയാണെങ്കിലും അതൊക്കെ ശിർക്കാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ടത് ആർക്ക് കൊടുത്താലും, അത് ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, അള്ളാഹുവിന് കൊടുക്കേണ്ടത് അങ്ങോട്ട് കൊടുത്താൽ അതൊക്കെ ശിർക്ക്. അപ്പൊ ചില ആളുകൾ പറഞ്ഞെന്താ, ഇലാഹാണെന്ന് വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്കാവില്ല എന്ന്.
ഇലാഹാണെന്ന് വിശ്വാസമില്ലെങ്കിൽ ശിർക്കാവൂലെന്ന്. എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുമ്പോൾ ഇത് കള്ളാന്ന് വിശ്വസിക്കാൻ ഞാൻ മതിയെന്ന. അങ്ങനെയുണ്ടൊരു കാര്യം. കുടിക്കുന്നത് അഥവാ ചെയ്യുന്ന കാര്യം ആ പ്രവർത്തനം ശിർക്കാണോ അല്ലേ നോക്കണം. അതവന്റെ വിശ്വാസം എന്താണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ട സുജൂദ്, ഒരു പടപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, അവൻ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ചെയ്താലും അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിന് ചെയ്യേണ്ട സുജൂദ് ഒരു ഖബറിന്റെ മുമ്പിൽ ഒരാൾ ചെയ്യുന്നു, ആ ഖബർ പടച്ചവനാണെന്ന് ആ വിശ്വസിക്കുന്നില്ലെങ്കിലും അത് ശിർക്കാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ കാര്യത്തിന് കൃത്യമായ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായ തവക്കുലാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. എന്ത് വന്നാലും എനിക്ക് പടച്ചോണ്ട് എന്നുള്ള വിശ്വാസം, എന്ത് വന്നാലും അല്ലാഹു എന്നെ കാത്തുരക്ഷിക്കുമെന്ന് വിശ്വാസം. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ്, റബ്ബന പടച്ചോനെ നിന്നിലാണ് ഞാൻ തവക്കുലാക്കിയിരിക്കുന്നത്, വയിലേക്ക് അനബന നിന്നിലേക്കാണ് എന്റെ മടക്കം, വയിലേക്കൽ മസീർ നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കി ചെല്ലുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ തവക്കുൽ എന്ന് പറയുന്ന ആളുകൾ പോലും ഇപ്പത്തെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോ 13 നമ്പർ എല്ലാവർക്കും പേടിയാ, ചില ആളുകൾക്കൊക്കെ. എന്തൊരു തവക്കുലാപ്പത്. അതായത് ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ പോയാൽ പേടിയാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു കച്ചവടം തുടങ്ങൂല, അതുപോലെ തന്നെ കല്യാണം നടക്കൂല, ഒരു നിശ്ചയം നടക്കൂല, ഒരു കട തുറക്കൂല, ഒന്നും നടക്കൂല. കാരണം എന്താ? അന്ന് അശുഭത്തിന്റെ നഹ്സിന്റെ ദിവസമാണെന്ന്. 13-ാം തീയതി കലണ്ടറിലെ 13 അശുഭ ദിനമാണ്. അതുപോലെ തന്നെ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സിന്റെ ദിവസങ്ങളാണ്. സഹോദരന്മാർ, ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ റബ്ബന അലൈക തവക്കൽന, പടച്ചോനെ നിന്നിലാണ് ഞാൻ തവക്കുലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അല്ലാഹുവിൽ ഒരു മനുഷ്യൻ തവക്കുലാക്കിയാൽ പിന്നെ 13 അല്ല 14 അല്ല 16 ആണെങ്കിലും ഓൻ എന്തിനേയും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിൽ ചഞ്ചലമായ തവക്കുലുണ്ടെങ്കിൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത എന്ന് പറയുന്ന വിശ്വാസമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീയിലേക്ക് എടുത്തെറിയുമ്പോൾ ഇബ്രാഹിം നബി എന്താ മനസ്സിൽ വിചാരിക്കുന്നത്? കുറച്ച് കഴിഞ്ഞാൽ തണുപ്പാവുന്നാണോ? അല്ലല്ലോ. അവിടെ തീയിൽ പോയാൽ എനിക്ക് തണുപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് ചാടാൻ തയ്യാറായി. അള്ളാഹുവിന്റെ ഖദറാണ്. അവരെടുത്തെറിയാണെങ്കിൽ എനിക്ക് കുതറി മാറാൻ കഴിയില്ല, പടച്ചോൻ എന്നെ സഹായിക്കും, ഹസ്ബി അല്ലാഹ് എന്ന് വിചാരിച്ചു. അല്ലാഹ് പറഞ്ഞു യാ നാറു ഖൂനി ബർദൻ വസ്സലാമൻ അല ഇബ്രാഹിം. അതല്ലാതെ എനിക്ക് തീയിൽ തണുപ്പുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അവിടെ എനിക്ക് സുഖമായിരിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് തീയിലേക്ക് എടുത്തെറിയപ്പെട്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലാക്കിയ ആളുകളെ അല്ലാഹു സഹായിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണത്. അതുപോലെ തന്നെ മകനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. അവസാനം ഒരു ക്ലൈമാക്സിൽ മകനെ അറുക്കാനു പകരം ഒരു ബലിമൃഗത്തെ അറുക്കാൻ അള്ളാഹുവിനോട് കൽപ്പിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാടകം കടിച്ചതല്ലല്ലോ മകനോട്. ആത്മാർത്ഥമായി പടച്ചിറബ് പറഞ്ഞു, അറുക്കാൻ പറഞ്ഞു, അറുക്കാൻ റെഡിയായി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പറഞ്ഞു ഫദബനഹു ബിദബിഹിൻ അളീം, ഒരു ആടുംകുട്ടിനെ അല്ലെങ്കിൽ ഒരു ബലിമൃഗത്തെ അറുത്താൽ മതി. അപ്പൊ പടച്ചിറബിൽ ഒരു അചഞ്ചലമായ തവക്കുൽ, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം മകനെ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള സ്വന്തം മകനെ ആ ഒരു വെള്ളത്തിന്റെ കണിക പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ഇട്ടേച്ചു പോരുമ്പോൾ ഹാജർ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്, ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളെ വിട്ട് നിങ്ങൾ പോകുന്നത്, തിരിച്ചു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇലല്ലാഹ്, പടച്ചോനിൽ തേൽപ്പിച്ചുകൊണ്ടാണ്, അള്ളാഹുൽ തവക്കുലാക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അതല്ലാതെ ഏതെങ്കിലും മരിച്ചു എംബിയാക്കന്മാരെ ബർക്കത്ത് കൊണ്ടോ അതിൽ ഏതെങ്കിലും അമ്പിയാക്കന്മാരോ ഉലിയാക്കന്മാരോ നൂലിലോ വെള്ളത്തിലോ ജാറത്തിലോ മരക്കുറ്റിയിലോ ഒന്നും ഇബ്രാഹിം നബി തവക്കുലാക്കില്ല. പടച്ചോൻ എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുൽ തവക്കുലാക്കി. ഇതിന്റെ ഒറ്റ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പടച്ചോനെ, നിന്റെ വീടിന്റെ അടുത്ത്, കഅബാലയത്തിന്റെ അടുത്ത്, അസ്തിവാരം വീടുണ്ട്, ആ കഅബന്റെ അടുത്ത് എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ ഞാൻ വിട്ടേച്ചു പോന്നിട്ടുണ്ട്. അവിടെ കൃഷിയില്ല, ഭൂമിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങ് ചരത്തിച്ചുകൊണ്ട് റബ്ബന, അതുകൊണ്ട് പടച്ചോനെ എന്തിനാണ് ഞാൻ അവിടെ വിട്ടേച്ചു പോകുന്നത്? റബ്ബന ലിയുഖീമുസ് സ്വലാ, അവർ നിസ്കാരം നിലനിർത്തണം. അതുകൊണ്ട് പള്ളിന്റെ കഅബന്റെ അടുത്താണ് ഞാൻ അവിടെ വിട്ടേച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരം നിർത്തണം. മാത്രവുമല്ല ഫജഅൽ അഫിദത്തൻ മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. എന്നിട്ട് ഇപ്പൊ അവിടെ ഭക്ഷണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പടച്ചോനെ, ഇനി എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് ആ നാട്ടുകാർക്ക്, നീ അവിടുത്തെ ജീവിക്കുന്ന ആളുകൾക്ക് നീ റിസ്ക് കൊടുക്കണമെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാതെ റിസ്ക് ആദ്യം കണ്ടിട്ടല്ല ഇബ്രാഹിം അവിടെ വിട്ടുവെച്ച് പടച്ചോണ്ടാൻ പറഞ്ഞു, പടച്ചോട്ട് ഇട്ടു, എന്നിട്ട് പോന്നു. എന്നിട്ട് അള്ളാഹിനെ തവക്കുലാക്കാണ്. സഹോദരന്മാരെ, അങ്ങനെ അള്ളാഹുൽ തവക്കുലാക്കിയ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും
കൈവെടിയുകയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 13-നെയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അശ്വിൻ ദിവസങ്ങളൊന്നും വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ നമ്പറും കണക്കാണ്. 12 ഇല്ലാത്തൊരു പ്രത്യേകത 13-നില്ല, 13 ഇല്ലാത്തൊരു പ്രത്യേകത 14-നില്ല, ഇനി 13 ആയാലും ആണില്ല. ഇനിയിപ്പോ എന്താണ് ഇപ്പൊ 13-ാമത്തെ വയസ്സിൽ ഇപ്പൊ എന്താ ആളുകൾ കാട്ടി? 13-നല്ല അശുഭദിനമായി കാണുന്ന ആളുകൾ ഇനി 12-ാമത്തെ വയസ്സിൽ നീ 14-ാമത്തെ വയസ്സിൽ ചാട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇനി കലണ്ടറിൽ 13-ാമത്തെ തീയതി എന്താ കാട്ടുക? ഈ ചൊവ്വാഴ്ച ദിവസം നെസ്സാണെങ്കിൽ തിങ്കൾ കഴിഞ്ഞ് ബുധനാഴ്ചയിലേക്ക് ചാടാൻ പറ്റൂലല്ലോ. ഇതൊക്കെ തികഞ്ഞ അന്ധവിശ്വാസവും മൂഢവിശ്വാസവുമാണ് സഹോദരന്മാർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ള എല്ലാ വിശ്വാസങ്ങൾക്കും എതിരായിരുന്നു. അള്ളാഹു തവക്കുലാക്കിയ ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട. അതുപോലെ തന്നെ 4-ാമത്തെ കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. നമുക്കറിയാം, വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞ ജീവിതമായിരുന്നു. എന്തിനും ഏത് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് കാണാൻ കഴിയും. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ആ മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ മക്ക രാജ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അവിടെ ജീവിക്കുന്നു, അവിടുന്ന് വരുമാനം കണ്ടെത്തുന്നു. ഇബ്രാഹിം നബിന്റെ ഒറ്റ പ്രാർത്ഥനയാണ്, റബ്ബന അല്ലാഹുവേ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിൻ, ഒരു നിർഭയത്വമുള്ള നാടായിരിക്കണം, ഒന്നിനും പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അല്ലാഹു ഈ വ്യത്യസ്തമായ ഫലവർഗ്ഗങ്ങളിൽ നിന്ന് നീ അവിടുത്തെ ആളുകൾക്ക് റിസ്ക് കൊടുക്കണം. അപ്പൊ അവരുടെ ദുനിയാവിന്റെ വിഷയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം നാടിന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ മുസ്ലിമായി തീരാൻ വേണ്ടി ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സഹോദരന്മാർ, പടച്ചോനെ എന്നെ മുസ്ലിമാക്കണം, എന്നെ മുസ്ലിമായി മരിക്കുകയും അതുപോലെ തന്നെ മക്കളെയുമൊക്കെ മുസ്ലിമാക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബന വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയത്തിനാ, പടച്ചോനെ എന്നെയും എന്റെ മകനെയും നീ ഒരു മുസ്ലിമാക്കി മാറ്റണമേ എന്ന്. ആരാ പ്രാർത്ഥിക്കുന്നത്? പൂർണ്ണമായ അർത്ഥത്തിൽ മുസ്ലിമാവുകയും മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ നേതാവാവുകയും മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ മാതൃകയാവുകയും ചെയ്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, എന്നെയും എന്റെ മക്കളെയും നീ മുസ്ലിമാക്കണമേ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം, റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ നീ എന്നെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണം. സ്വാലിഹീങ്ങളുടെ നേതാവായ, സ്വാലിഹീങ്ങളുടെ മാതൃകയായ, ഇമാമായ, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ നീ എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം. മാത്രവുമല്ല വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചല്ലോ. അതുകൊണ്ടാണ് ലോകത്തുള്ള ഏത് മതക്കാരും, വേദം സ്വീകരിച്ചിട്ടുള്ള അഹ്ലു കിതാബിൽപ്പെട്ട ഏത് മതക്കാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നല്ലതേ പറയാണ്ടാവും. ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കും, അവരെല്ലാം എത്രത്തോളം മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആദരിച്ചിരുന്നു. അത് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. മാത്രമല്ല വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, പടച്ചോനെ ജന്നത്തുൻ നഈമിൽ അനന്തരമെടുക്കുന്ന പടച്ചോനിക്ക് നീ സ്വർഗം കൊണ്ടാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ആരാണ്? അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനിക്ക് സ്വർഗം കൊണ്ടാന്ന്. മാത്രമല്ല വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പരലോകത്ത് വരുമ്പോ എന്നെ നീ നിന്ദിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, അഥവാ അപമാനിക്കുന്നൊരവസ്ഥ പരലോകത്തിനിക്കുണ്ടാകരുത് എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃകയാണ്. ഈ പ്രാർത്ഥനകളൊക്കെ സഹോദരന്മാരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃകയിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പുകർത്തുകയും ചെയ്യണം. അപ്പോഴാണ് ഒരാൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ഉണ്ടാവുക. അഥവാ പൂർണ്ണമായി കൊണ്ട് കീഴൊതുങ്ങണം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ കീഴൊതുങ്ങണം. അതുപോലെ തന്നെ തൗഹീദ് പൂർണ്ണമായി സ്വീകരിക്കണം. അചഞ്ചലമായ തവക്കുലും നിരന്തരമായ പ്രാർത്ഥനയും ഇതുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് അയാളെന്ന് പറയാൻ പറ്റുള്ളൂ. പ്രാർത്ഥനയില്ലാത്ത ഇബ്രാഹിം നബിന്റെ മില്ലത്തില്ല, തൗഹീദില്ലാത്ത ഇബ്രാഹിം നബിന്റെ മില്ലത്തില്ല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായി കുഴിയൊതുങ്ങാത്തവൻ അവനും ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ അചഞ്ചലമായ തവക്കുലും ഉണ്ടാകണം. ഇതെല്ലാമുള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ദുൽഹിജ്ജ
മാസത്തിലെ വളരെ പുണ്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം, അഥവാ ദുൽഹിജ്ജ 9. ആ ദുൽഹിജ്ജ 9 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിലില്ലാത്ത ആളുകൾക്ക്, അഥവാ ദുൽഹിജ്ജ 9 അന്ന് സുന്നത്താക്കിയൊരു നോമ്പാണ് അറഫ നോമ്പ്. അതിന്റെ പുണ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു. 2 വർഷത്തെ ചെറിയ തെറ്റുകൾക്ക് പരിഹാരമാണ് ഒരു ദിവസം, അറഫ നോമ്പിന്റെ ദിവസം നോമ്പ് നോൽക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അറഫ ഇവിടെ അഥവാ ദുൽഹിജ്ജ 9 അന്ന് ഉള്ള ആ നോമ്പ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിലൊരു വിഷയമുള്ളത്, ഇപ്പൊ ഈ പ്രാവശ്യം സൗദി അറേബ്യയും നമ്മളും തമ്മിൽ ഒരു ദിവസത്തെ മാസപ്പിറവിയുടെ വിഷയത്തിൽ ഒരു ദിവസം വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്നാണ് യൗമു അറഫയുടെ നോമ്പ് നോൽക്കേണ്ടത്? ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോഴാണോ, അതല്ല നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9-നാണോ? നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എന്ന് പറയുന്നത്, പ്രവാചകൻ പഠിപ്പിച്ച ദീൻ എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് മാറുന്ന ഒന്നല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്ന അവരൊക്കെ അറഫ നോമ്പ് നോറ്റിരുന്നു. അപ്പൊ എന്നാണ് അവരൊക്കെ അറഫ നോമ്പ് നോറ്റത്? അന്നാരും അറഫയിൽ നിന്ന് ലൈവ് കാണുകയോ അറഫയിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാത്ത സന്ദർഭത്തിൽ അവരൊക്കെ അറഫ നോമ്പ് നോറ്റിട്ടുണ്ട്. ഇപ്പോ മീഡിയകളും സംവിധാനങ്ങളും എല്ലാം മാറുന്നതിനനുസരിച്ചുകൊണ്ട് ദീൻ മാറുക എന്നുള്ളത് ഇസ്ലാമികമായിക്കൊണ്ട് ശരിയായ രീതിയല്ല. ഇനി മാത്രമല്ല, അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അറഫ തുടങ്ങുന്നത് ളുഹറിന് ശേഷമാണ്. ളുഹറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയമാണ് അറഫ എന്ന് പറയുന്ന സംഗമം. അത് ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ ഫിഖ് അറിയുന്ന പണ്ഡിതൻ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോടൊരു ചോദ്യം, അദ്ദേഹം ചോദിക്കപ്പെട്ട എന്താ വെച്ചാൽ, യൗമ അറഫ, അതായത് ഓരോ വ്യത്യസ്തമായ യൗമ അറഫ നതീജത്തുൽ ഇഖ്തിലാഫിൽ മനാതിഖിൽ മുഖ്തലിഫ ഫി മതാലിഇൽ ഹിലാൽ, മാസപ്പിറവിക്കനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായ നാടുകളിൽ അറഫ ദിവസം വ്യത്യാസപ്പെടും. ഫഹൽ നസൂമു തബഅ റുഅയത്തിൽ ബലദില്ലത്തി നഹ്നു ഫീഹാ അം നസൂമു തബഅ റുഅയത്തിൽ ഹറമൈൻ. അപ്പൊ ഞങ്ങൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് സൗദി അറേബ്യയിലെ മാസപ്പിറവിന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല ഞങ്ങളുടെ നാട്ടിലെ മാസപ്പിറവിന്റെ അടിസ്ഥാനത്തിലാണോ ഞങ്ങൾ അറഫ നോമ്പ് നോൽക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വസ്സവാബ്, ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ മറുപടി എന്ന് പറഞ്ഞാൽ, അന്നഹു യഖ്തലിഫു ബിഖ്തിലാഫിൽ മതാലിഇ, അഥവാ ചന്ദ്രപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഈ അറഫ ദിവസത്തിൽ വ്യത്യാസമുണ്ടാകും. മസലൻ, എന്നിട്ട് അദ്ദേഹം പറയും, ഇദാ കാനൽ ഹിലാലു ഖദ് റുഅയ ബിമക്ക വകാന ഹാദൽ യൗം ഹുവ യൗമു താസി. ഇപ്പൊ മക്കയിൽ മാസപ്പിറവി കണ്ടു, അപ്പോൾ അവിടുത്തെ ദുൽഹിജ്ജ 9 എന്നുള്ളതാണ് അവിടുത്തെ യൗമു അറഫ. എന്നാൽ വറുഅയ ഫീ ബലദിൻ ആഖിർ ഖബല മക്ക ബിയൗമിൻ, എന്നാൽ മക്കക്ക് മുമ്പ് മാസം കാണുന്ന രാജ്യങ്ങൾ ഭൂമിയിലുണ്ട്. അഥവാ മക്കയിൽ മാസപ്പിറവി കാണുന്നതിന്റെ ഒരു ദിവസം മുമ്പ്, പിന്നെ ഇപ്പൊ പലപ്പോഴും ഇന്ത്യ രാജ്യങ്ങളൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അപൂർവമായിക്കൊണ്ട് ചിലപ്പോൾ പിന്നെ സൗദി അറേബ്യ കഴിഞ്ഞിട്ട് മാസം ഉദിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം മുമ്പ് മാസം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വകാന യൗമു അറഫ ഇൻദഹുൽ യൗമുൽ ആശിർ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ ദുൽഹിജ്ജ 9 ആകുമ്പോൾ അവരെ സംബന്ധിച്ച് അന്ന് ദുൽഹിജ്ജ 10 ആയിരിക്കും. അപ്പോൾ ഫലാ യജൂസു ലഹും അൻ യസൂമു ഹാദൽ യൗം കാരണം ലിഅന്നഹു യൗമു ഈദിൻ. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ യൗമു അറഫ എന്ന് പറയുമ്പോൾ അവരൊരു ദിവസം മുമ്പ് മാസം കണ്ടതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ദുൽഹിജ്ജ 10 ആയിരിക്കും. ആ ദുൽഹിജ്ജ 10 നോമ്പ് നോൽക്കൽ ഹറാമാണ്. ഇനി അതേപോലെ തന്നെ വകദാലിക ലൗ ഖുദ്ദിറ അൻഹു തഅഖറതു റുഅയ അൻ മക്ക, ഇനി മക്കയിൽ നിന്ന് ഒരു ദിവസം പിന്തിക്കൊണ്ട മാസം കൊണ്ട്, ഇപ്പൊ നമ്മുടെ ഈ അവസ്ഥ പോലെ തന്നെ, അപ്പോൾ വക്കാന യൗമു താസി ഫി മക്ക വഹുവ സാമിനു ഇൻദഹും, അപ്പോൾ മക്കയിൽ 9 ആകുമ്പോൾ അവരുടെ അടുക്കൽ എന്ന് ദുൽഹിജ്ജ 8 ആകുള്ളൂ. ഫഇന്നഹും യസൂമൂന, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫഇന്നഹും യസൂമൂൻ യൗമ താസി ഇൻദഹും അൽ മുവാഫിഖ് യൗമുൽ ആശിർ ഫി മക്ക,
മക്കയിൽ ദുൽഹിജ്ജ 10 ആകുമ്പോൾ അവർക്ക് ദുൽഹിജ്ജ 9 ആകുന്നു. അപ്പോൾ അവരുടെ ദുൽഹിജ്ജ 9-നാണ് അവർ നോമ്പ് നോൽക്കേണ്ടത്. വഹാദാഹുൽ ഖൗലുർ റാജിഹ്, ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രാമാണികമായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ റഅയ്തുമുഹു ഫസൂമു വ ഇദാ റഅയ്തുമുഹു ഫഅഫ്തിറു. നിങ്ങൾ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കണം, മാസം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കി നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യണം. അഥവാ ഓരോ നാട്ടിലെയുമുള്ള മാസപ്പുറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ് തിരുത്തം വന്ന സൗദി അറേബ്യയിലെ മഹാപണ്ഡിതനായിരുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി. വേറെയും പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം അതാണെന്ന് ആ വിഷയത്തിൽ നമുക്ക് പിന്നീട് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇപ്പം എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇപ്പം എല്ലാവരും മുഫ്തിമാരും എല്ലാവരും മുജ്തഹിദീങ്ങളും എല്ലാവരും വലിയ മഹാപണ്ഡിതന്മാരായതുകൊണ്ട് തന്നെ അവനവന്റെ ഇഷ്ടപ്രകാരം എല്ലാവരും ഇങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ ലൈവ് കാണുകയാണ്. ആ ലൈവ് കട്ടായാലോ? ഇനി മാത്രമല്ല, ഇത് ഇത്ര മാത്രം മനുഷ്യൻ ചിന്തിച്ചാൽ നമ്മളിനി അറഫാ നോമ്പ് നോൽക്കുന്നത് തന്നെ നമ്മുടെ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണോ അതല്ല സൗദി അറേബ്യന്റെ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണോ? നമ്മുടെ സൂര്യാൻ കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ നോമ്പ് തുടങ്ങുന്നത്. നമ്മുടെ മഗ്‌രിബാൻ കൊടുക്കുമ്പോഴാണല്ലോ, നമ്മുടെ കോഴിക്കോട് സൂര്യൻ അസ്തമിച്ചിട്ടാണല്ലോ നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പൊ നമ്മുടെ നോമ്പ് നോൽക്കുന്ന പോലും നമ്മുടെ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ നോമ്പിന്റെ കാര്യം അതാത് നാട്ടിലെ സൂര്യന്റെയും ചന്ദ്രനെയും അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ്. അതാണ് ഏറ്റവും പ്രാമാണികവും പ്രായോഗികവുമായ രീതി. ഇനി മാത്രമല്ല, സൗദി അറേബ്യയിൽ പകലാകുമ്പോൾ നേരെ ഭൂമിയുടെ പകുതിയിൽ രാത്രിയാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കലായിട്ടും അത് പൂർണ്ണമായി കൊണ്ട് പാലിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ ആ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ചയായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മളെ സംബന്ധിച്ച് യൗമ അറഫ ഉണ്ടാകുക. അതുകൊണ്ട് ആ നോമ്പിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വ്യാഴാഴ്ചയായിരിക്കും നമുക്ക് പെരുന്നാൾ ഉണ്ടാകുക ഇൻഷാ അല്ലാഹ്. മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഈദ്ഗാഹ് ഉണ്ടായിരിക്കും. 7 മണിക്കാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും, കാരണം സുബൈ കുറച്ച് മുമ്പ് 4:50 അടുത്താണ് സുബൈ ബാങ്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സുബൈക്ക് ശേഷം ഇഷ്ടം പോലെ സമയമുണ്ട്. എല്ലാ ആളുകളും കൃത്യസമയത്ത് തന്നെ ഈദ്ഗാഹിൽ, അതല്ലെങ്കിൽ ഈദ്ഗാഹ് ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പള്ളിയിലായിരിക്കും ഉണ്ടാകുക. എല്ലാ ആളുകളും 7 മണിക്ക് തന്നെ കൃത്യമായ നമസ്കാരത്തിന് എത്തിച്ചേരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു രോഗിയായ മനുഷ്യന് വേണ്ടി നമ്മൾ ഇന്ന് കളക്ഷൻ എടുക്കുന്നത് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു അസുഖം. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതകളും പ്രയാസങ്ങളുമുണ്ട്. ആ സഹോദരനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാക്ക് ശേഷം ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു നമുക്കെല്ലാം പുറത്തു നൽകി മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നട ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് കർമ്മങ്ങളും ഉംറ കർമ്മങ്ങളും നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.